യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതീം നമത രക്ഷസാന്തകം മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ജയ് ശ്രീറാം. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. നമുക്കിന്ന് ശ്രീരാമായണം 23-ാമത്തെ ഭാഗം, കർക്കിടകം 23-ാമത്തെ ഭാഗമാണ് വിശകലനം ചെയ്യാനുള്ളത്. അതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ സീതാദേവിയോട് യാത്ര ചൊല്ലി സീതാദേവിയുടെ ചൂടാരത്നവും അടയാളവാക്യവും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് ദേവി പറഞ്ഞു വിടുന്ന കാര്യങ്ങൾ ശ്രീരാമചന്ദ്രനോട് എത്രയും വേഗം രാക്ഷസനായ ഈ രാക്ഷസവർഗങ്ങളെയെല്ലാം കൊന്നൊടുക്കി അവരിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുവാൻ രാവണനെ നിഗ്രഹിച്ച്, രാക്ഷസ രാജാവായ രാവണനെയും അവൻ്റെ കൂട്ടാളികളെയും നിഗ്രഹിച്ച് എന്നെ ഇവിടെ നിന്ന് എത്രയും വേഗം കൊണ്ടുപോകണേ എന്ന് ഭഗവാനോട് അപേക്ഷിക്കുവാൻ പറഞ്ഞു വിട്ട് യാത്രാനുമതിയും കൊടുത്തു വിട്ടതിന് ശേഷമാണ് ഹനുമാൻ തിരികെ പോകുന്നതിന് മുമ്പ് തൻ്റെ കാര്യം സാധിച്ചു, ഇനി തിരികെ പോകാം, രാമ കാര്യത്തിന് വേണ്ടി വന്ന ദൂതനല്ലേ താൻ, ഇനി ശ്രീരാമചന്ദ്രൻ വാനരസേനയോടൊപ്പം ഇവിടെ വന്ന് ഈ രാക്ഷസ വീരന്മാരെയെല്ലാം നിഗ്രഹിക്കുവാൻ ഇവരുടെ ശക്തി ഒന്നറിയണം, ഇവർ എന്തുമാത്രമുണ്ടെന്നും ഇവരുടെ ആ ശക്തി വീര്യങ്ങളെക്കുറിച്ചൊന്ന് അറിയുവാൻ വേണ്ടി തനിക്ക് പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പോയാൽ അത്രയും ജോലി കുറയുമല്ലോ ശ്രീരാമചന്ദ്രന് എന്ന് കരുതി തിരിച്ചു പോകുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം ലങ്കാദഹനം, അതായത് ലങ്കാദഹനമല്ല ലങ്കാമർദ്ദനം നടത്തുന്ന ഭാഗമാണ് നമുക്കിന്ന് വിവരിക്കുവാനുള്ളത്. അപ്പോൾ സീതാദേവി ഇരുന്ന ഏറ്റവും സുന്ദരമായ ഉദ്യാനമാണ് അശോകവനി. അത് രാവണൻ്റെ കൊട്ടാരത്തിനോടനുബന്ധമായിട്ടുള്ളതാണത്. അതിനു മുമ്പ് തന്നെ ഹനുമാൻ വരുന്ന വഴി തന്നെ, ആ വന്ന ദിവസം തന്നെ സമയത്ത് തന്നെ എല്ലാ സ്ഥലങ്ങളും നോക്കി കണ്ടുപിടിച്ച് വെച്ചിരുന്നു. ഓരോ കൊട്ടാരവും ആരുടെയൊക്കെയാണെന്നും വിഭീഷണൻ്റെയും കുംഭകർണൻ്റെയും രാവണൻ്റെയും കൊട്ടാരങ്ങളെക്കുറിച്ചും ഉദ്യാനത്തെക്കുറിച്ചും രാക്ഷസികളുടെ ജീവിതങ്ങളും എല്ലാം അദ്ദേഹം കണ്ടു മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ അശോകവനി ആദ്യം അദ്ദേഹം തല്ലിപ്പൊടിച്ച് നശിപ്പിക്കുകയാണ്. എല്ലാവരുടെയും ശ്രദ്ധ തന്നിലേക്ക് വരുവാനും അപ്പോൾ തന്നെ ഉപദ്രവിക്കുവാൻ വേണ്ടി രാക്ഷസ സൈന്യങ്ങൾ ഇറങ്ങുമ്പോൾ അവരെയെല്ലാം തച്ചുടച്ച് കൊല്ലുവാനും, അങ്ങനെ രാക്ഷസ സൈന്യത്തിൻ്റെ വീര്യം നശിപ്പിക്കുകയും അതിലൊരു നല്ല ശതമാനത്തിനെയും തല്ലി തകർത്ത് നശിപ്പിച്ചിട്ട് പോയാൽ അത്രയും ജോലി തൻ്റെ പ്രഭുവിന് കുറയുമല്ലോ എന്ന് കരുതി ഹനുമാൻ ആ അശോകവനിയിൽ സീതാദേവി ഇരിക്കുന്ന ശിംശുഭ ആ വൃക്ഷവും അതിൻ്റെ പരിസരവും ഒഴികെ ബാക്കി ഓരോരോ അശോക മരങ്ങളെല്ലാം വൻവൻ വൃക്ഷങ്ങളെല്ലാം അത് മൂടോടെ പിഴുതെറിയുകയും അതിൽ ഉള്ള കുളങ്ങളും അതുപോലെയുള്ള മനോഹരമായ ജലാശയങ്ങളൊക്കെ തല്ലി തകർക്കുകയും നശിപ്പിക്കുകയും വലിയ മണിസൗധങ്ങളുടെ മുകൾ ഭാഗം ഗോപുരങ്ങളൊക്കെ തച്ചുടയ്ക്കുകയും ആരാമം മുഴുവൻ തച്ചുടയ്ക്കുന്ന മഹാശബ്ദം കേട്ട് എല്ലാവരും അന്തം വിട്ട് ഉറക്കത്തിൽ കിടന്നവരെല്ലാം ഉണർന്നു. അപ്പോൾ സീതാദേവിയുടെ ചുറ്റിനും കിടന്നുറങ്ങിയിരുന്ന ആ കാവൽക്കാരായിട്ടുള്ള രാക്ഷസിമാർ ചോദിച്ചു, ഈ ഭീകര സത്വം ഏതാണ്, നിനക്കറിയാമോ സീതയെ എന്ന് ചോദിച്ചു. അതെ, അയാൾ വന്ന് നിന്നോട് എന്തോ ആ സത്വം നിന്നോട് സംസാരിച്ചല്ലോ, എന്താണ് പറഞ്ഞത്? അപ്പോൾ സീതാദേവി പറയും, എനിക്കറിയില്ല അതിനെ, അത് നിങ്ങളെ മായാവികളായ രാക്ഷസന്മാർ നിങ്ങളൊക്കെയല്ലേ, ഞങ്ങൾ മനുഷ്യരല്ലേ, അപ്പോൾ നിങ്ങൾക്കല്ലേ ഈ മായാവിയുടെ രൂപത്തിലൊക്കെ വരുന്ന ആരൊക്കെയാണെന്ന് അറിയാൻ പാടുള്ളൂ, എനിക്കറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് ദേവി മുഖം തിരിഞ്ഞു. അപ്പോൾ ഇത് ഇങ്ങനെ ഭീതിതമായ അന്തരീക്ഷം സൃഷ്ടിച്ച ഒരു ഭീകരരൂപിയായ വാനരനെ കണ്ടുകൊണ്ട് സീതയെ സംരക്ഷിച്ചുകൊണ്ട് കുറച്ച് പേർ അവിടെ നിൽക്കുകയും ബാക്കിയുള്ളവർ ഈ വിവരം പറയാൻ രാവണൻ്റെ സന്നിധിയിലേക്ക് ഓടിപ്പോവുകയും ചെയ്തു. അങ്ങനെ രാവണനോട് അവർ ചെന്ന് പറഞ്ഞു, ഇങ്ങനെ സീതാദേവിയുടെ അരികിലേക്ക് ഒരു വാനരൻ്റെ രൂപത്തിലുള്ള ഒരു ഭീകര ജീവി വന്നെന്നും അത് ഉദ്യാനങ്ങളും മറ്റു പ്രദേശമൊക്കെ തച്ചുടച്ച് നശിപ്പിക്കുകയാണെന്നും അത് സീതാദേവിയോട് ചോദിച്ചപ്പോൾ സീതയ്ക്ക് അതാരാണെന്ന് അറിയില്ല. പക്ഷെ സീത ആ
വാനരനുമായി സംസാരിക്കുന്നത് ഞങ്ങൾ കണ്ടു എന്നൊക്കെ ഇവർ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടിട്ട് കലിപൂണ്ട രാവണൻ 80,000 രാക്ഷസ സൈന്യങ്ങളെയാണ് ഈ വാനരനെ പിടിച്ചു കെട്ടാനും ഉപദ്രവിക്കുവാനും ഒക്കെ വിടുന്നത്. അങ്ങനെ രാക്ഷസ സൈന്യങ്ങൾ കൂട്ടത്തോടെ ആർത്തലച്ച് വരുന്നത് കണ്ടപ്പോൾ ഹനുമാന് വളരെ സന്തോഷമായി. ഇത്രയും പേരെ എനിക്ക് ഒന്നിച്ച് നിഗ്രഹിക്കാമല്ലോ, അങ്ങനെ ഈ രാവണന്റെ ശക്തിയിൽ കുറച്ച് ഭാഗത്തിനെ ഇല്ലാതാക്കാൻ കഴിയുമല്ലോ എന്നോർത്ത് അങ്ങനെ രാവണൻ ആ ഉദ്യാനത്തിൽ വലിയൊരു ഉന്നതമായിട്ടുള്ള ഒരു താഴികക്കുടത്തിൻ്റെ ഒരു കൊട്ടാരത്തിൻ്റെ മുകളിലുള്ള താഴികക്കുടത്തിൻ്റെ മുകളിൽ ആ ഉദ്യാന പ്രവേശന ദ്വാരത്തിൽ തന്നെ നിന്നുകൊണ്ട് അലറി ഉറക്കെ വിളിച്ചു പറഞ്ഞു, ജയ് ജയ് ശ്രീരാമൻ, ജയ് ലക്ഷ്മണകുമാരൻ, വാനര സൈന്യം വിജയിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ ഉറക്കെ പറഞ്ഞു. ഞാൻ രാമദൂതനാണ്, ഹനുമാനാണ്, ശ്രീരാമചന്ദ്രൻ്റെ ദൂതനാണെന്നിങ്ങനെ ഉറക്കെ വെല്ലുവിളി പോലെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഈ 80,000 സൈന്യങ്ങളും പല പ്രകാരത്തിൽ ഹനുമാൻ സ്വാമിയെ അമ്പും വില്ലും ശരങ്ങളും ഗദയും വാളും പരിചയമൊക്കെ ആയിട്ട് ഉപദ്രവിക്കാൻ നോക്കി. പക്ഷേ ആ ഭീമാകാരനായ രൂപം പൂണ്ട് നിൽക്കുന്ന ഹനുമാൻ സ്വാമി തൻ്റെ കൈയും കാലും ഒക്കെ ഉപയോഗിച്ച് ഈ 80,000 എണ്ണത്തിനും തച്ചുടച്ച് കൊന്നുകളഞ്ഞു. മാത്രമല്ല ഈ ലങ്കാനഗരിയിലെ വലിയ വലിയ കെട്ടിടങ്ങളുടെ മണിഗോപുരങ്ങളുടെ, അതായത് ചന്ദ്രൻ ഉദിച്ചു നിൽക്കുമ്പോൾ ആ നിലാവിനൊപ്പം തല ഉയർത്തി നിൽക്കുന്ന മഹാസൗധങ്ങളുണ്ടായിരുന്നു, 7-8 നില മാളികകളൊക്കെ. അതിൻ്റെ പ്രധാനപ്പെട്ട ഓരോ ഭാഗങ്ങളെല്ലാം തച്ചുടച്ച് കളഞ്ഞു. അങ്ങനെ വീണ്ടും അവിടെ തന്നെ കൊള്ളുകയാണ്, എല്ലാം നശിപ്പിക്കുമ്പോൾ. ആ നശിപ്പിക്കുന്നത് കാരണം അവർ വീണ്ടും സൈന്യങ്ങളെ അയക്കുകയും അവരെ എല്ലാം നിഗ്രഹിക്കാൻ പറ്റുമല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടാണ് ഹനുമാൻ സ്വാമി അങ്ങനെയൊക്കെ ചെയ്തത്. അങ്ങനെ അപ്പോൾ ഇതറിഞ്ഞ് ഈ സൈന്യങ്ങളെ മുഴുവൻ ഹനുമാൻ തച്ചു കൊന്നു എന്ന് മനസ്സിലാക്കി രാവണൻ വളരെ കോപാക്രാന്തനായി അഗ്നി ജ്വലിക്കുന്ന കണ്ണുകളോടെ അലറുകയാണ്. അടുത്ത ഒരു കൂട്ടം സൈന്യത്തെ കൂടെ വീണ്ടും വിടുകയാണ്. എന്നാൽ ആ സൈന്യത്തെയും അപ്പോൾ ആ സൈന്യങ്ങളൊക്കെ ഇങ്ങനെ വരുംതോറും ഓരോ ക്ഷേത്രത്തിൻ്റെയും കുളങ്ങളുടെയൊക്കെ കൽപ്പടവുകളും ക്ഷേത്രങ്ങളും ഒക്കെ നശിപ്പിക്കുകയാണ്. ഉദ്യാനത്തിലുള്ള ഓരോരോ സ്ഥലങ്ങളും. ആ ഉദ്യാനമൊക്കെ ഓരോ തവണയും കൂടുതൽ മെച്ചപ്പെടുത്തി സ്വർണ്ണ ഗോപുരങ്ങളാക്കി വെക്കുകയാണ്, മനോഹരമാക്കി വെക്കുകയാണ് രാവണൻ്റെ പണി. എന്നാൽ അതൊക്കെ തച്ച് തകർക്കുകയാണ്. ആ വന്ന സൈന്യത്തെയും നിഷ്പ്രയാസം ഹനുമാൻ സ്വാമി കൊന്നൊടുക്കി. അപ്പോൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട മന്ത്രി ആണ് പ്രഹസ്തൻ. അദ്ദേഹത്തിൻ്റെ പുത്രനായ ജംബുമാലി എന്ന് പറയുന്ന ആ യോദ്ധാവിനെയും ഒരു കൂട്ടം സൈന്യത്തെയും ഹനുമാന്റെ നിഗ്രഹത്തിന് വേണ്ടി രാവണൻ പറഞ്ഞു വിടുകയാണ്. എന്നാൽ ജംബുമാലി വളരെ ശക്തനായിരുന്നു. വളരെ യുദ്ധതന്ത്രമൊക്കെ പഠിച്ച മായാവിയായ ജംബുമാലി ധാരാളം അസ്ത്രങ്ങൾ ഹനുമാൻ സ്വാമിയുടെ നെഞ്ചിനും ശരീരഭാഗങ്ങളിലും വായിലും മുഖത്തും നെറ്റിയിലും ഒക്കെ അമ്പയച്ചു. ഹനുമാൻ സ്വാമി അയാളുടെ ദേഹത്ത് ആയുധങ്ങൾ കൊണ്ട് മുറിവേൽക്കില്ല എന്ന് ദേവേന്ദ്രൻ വരം കൊടുത്തതാണ്. മുൻപ് ഞാനത് പറഞ്ഞിരുന്നു. ദേവേന്ദ്രൻ്റെ വജ്രായുധം കൊണ്ട് ഹനുമാന്റെ താടി മുറിഞ്ഞ അവസരത്തിൽ വായു ഭഗവാൻ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പാതാള ലോകത്ത് പോയി ഒളിക്കുമ്പോൾ എല്ലാ ദേവഗണങ്ങളും വന്ന് ഹനുമാൻ സ്വാമി അഗ്നിദേവൻ ഒരിക്കലും അഗ്നിദേഹത്ത് പിടിക്കില്ല എന്ന അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ദേവേന്ദ്രൻ അങ്ങനെ ഓരോരുത്തരും അങ്ങനെ ഓരോ അനുഗ്രഹങ്ങൾ കൊടുക്കുകയാണ്. 30 കോടി ദേവഗണങ്ങളും അനുഗ്രഹം കൊടുക്കുകയാണ് ഹനുമാന്. ഒരിക്കലും ഒരു മരണവും സംഭവിക്കുകയില്ല, ചിരഞ്ജീവിയായിരിക്കും, ഏത് ആയുധം കൊണ്ട് മുറിവേൽപ്പിക്കാൻ പറ്റില്ല, ആരുടെ മുന്നിൽ പരാജയപ്പെടില്ല, അങ്ങനെ ധാരാളം അനുഗ്രഹമാണ് കൊടുക്കുന്നത്. ഹനുമാൻ സ്വാമിക്ക് ഇനി അനുഗ്രഹം കൊടുക്കാത്തവരായിരുന്നില്ല, അത്രയ്ക്കും അനുഗ്രഹം കൊടുത്തു. കാരണം വായു ഭഗവാൻ പാതാള ലോകത്ത് പോയി ഒളിച്ചപ്പോൾ പ്രപഞ്ചം മൊത്തം നിശ്ചലമായി, ശ്വാസഗതി ഇല്ലാതെ നഷ്ടപ്പെട്ടു പോയി. ആ അവസരത്തിലാണ് എല്ലാവരും പ്രപഞ്ചഘടന, ആ വിധാനം തന്നെ വിഘടിതമായ സമയത്താണ് വീണ്ടും എല്ലാവരും കൂടി വന്ന് ഹനുമാൻ സ്വാമിയെ രക്ഷിക്കുകയും ബ്രഹ്മദേവന്റെ തല്ലോടലിലാണ് രക്ഷപ്പെടുകയും എല്ലാ ദേവഗണങ്ങളും വന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്ര ആയുധങ്ങൾ കൊണ്ടുള്ള മുറിവേറ്റാലും എന്തെല്ലാം ചെയ്താലും ഹനുമാന്റെ ദേഹത്ത് അതൊന്നും ഏൽക്കില്ല. ഹനുമാൻ അതൊന്നും മരണകാരണമോ വേദനാജനകമോ അല്ല. അതൊക്കെ നിസ്സാരമായ ഒരു പുഷ്പം വന്ന് ദേഹത്ത് തറയ്ക്കുന്ന പോലെ അതെല്ലാം പറിച്ചു കളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ജംബുമാലിയുടെ പുറത്തേക്ക് ഹനുമാൻ ജംബുമാലി കഴുതയുടെ പുറത്താണ് കയറി വന്നത്.
അദ്ദേഹം ആ ജംബുമാലിയുടെ രഥവും കഴുതകളെയും ആ രാക്ഷസനെയും ഹനുമാൻ ശക്തമായിട്ട് തൻ്റെ ശരീരം അത് ആ തേരിന് മുകളിലേക്ക് ചാടിക്കൊണ്ട് ശരീരം കൊണ്ട് അതെല്ലാം തച്ച് തകർത്ത് ഞെരിച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രശസ്തരായ 5 സേനാ നായകന്മാരെയും സേനയെയും കൂട്ടി വീണ്ടും രാവണൻ വിടുകയാണ്. അങ്ങനെ വിട്ട അവസരത്തിൽ ആ 5 പേരും അന്തരീക്ഷത്തിലൊക്കെ ആകാശമണ്ഡലങ്ങളിലൊക്കെ മറഞ്ഞു നിരുന്ന് പലതരത്തിലുള്ള യുദ്ധങ്ങൾ ചെയ്യുന്നു. വലിയ വലിയ മരങ്ങളൊക്കെ പിഴുത് ഹനുമാൻ സ്വാമി അവരെ തച്ച് തകർക്കുന്നു. അവരുടെ രഥങ്ങളെയും കുതിരകളെയും ഒക്കെ തകർക്കുന്നു. 100 കണക്കിന് സൈന്യങ്ങളെ, അവരോടൊപ്പം വന്ന സൈന്യങ്ങളെ വലിയ കൽത്തൂണുകൾ പിഴുതടിക്കുകയും വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ മണിസൗധങ്ങളൊക്കെ ഉരുട്ടിയിട്ട് അത് അവരുടെ ദേഹത്തേക്ക് തെള്ളിയിടുകയും കൂറ്റൻ വൃക്ഷങ്ങൾ അതിൻ്റെ വേരോടുകൂടി പിഴുത് ധാരാളം രാക്ഷസരെ നിഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നു. വളരെ ഘോരമായ ഭയാനകമായിട്ടുള്ള ഈ യുദ്ധങ്ങളൊക്കെ കണ്ട് അതിൻ്റെ ശബ്ദം കേട്ട്, കോലാഹലം കേട്ട്, ആർത്തനാദങ്ങൾ കേട്ട് ആ ലങ്കാപുരി കിടിലം കൊണ്ട് വിറയ്ക്കുകയാണ്. രാക്ഷസിമാരൊക്കെ പേടിച്ചൊളിക്കുകയാണ്. രാക്ഷസന്മാരൊക്കെ അതിനേക്കാളും ഭയവിഹ്വലരായി നിൽക്കുകയാണ്. അങ്ങനെ വീണ്ടും ഈ രാക്ഷസനെ കൊണ്ട് ഈ ഹനുമാൻ എന്ന് പറയുന്ന വാനരൻ ഒരു സാധാരണ വാനരനല്ല. പോകുന്നവരെല്ലാം അദ്ദേഹത്തിന് മുന്നിൽ പരാജയപ്പെടുകയും മരിക്കുകയും ചെയ്യുന്നു. ഈ വാർത്തയറിഞ്ഞ് രാവണൻ എന്ത് ചെയ്യണമെന്നറിയാതെ കോപാക്രാന്തനായിട്ട് തൻ്റെ അരികിലിരിക്കുന്ന അക്ഷയകുമാരനായ ഇളയ മകനോട് ഇങ്ങനെ അവൻ്റെ കണ്ണിലേക്ക് നോക്കുകയാണ്. അപ്പോൾ അത് യുദ്ധസന്നാഹത്തിനായിട്ട് യുദ്ധം ചെയ്യുവാനുള്ള ആഗ്രഹം കൊണ്ട് ഇങ്ങനെ ഒരു യുവകുമാരനാണ്, ഇങ്ങനെ ആവേശം കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അക്ഷയകുമാരൻ അച്ഛനെ നോട്ടം കൊണ്ട് തന്നെ മനസ്സിലായി താൻ യുദ്ധത്തിന് വേണ്ടി ആ വാനരനെ പിടിച്ചു കെട്ടാൻ വേണ്ടി അച്ഛനെന്നെ വിടുകയാണെന്ന്. അപ്പോൾ അക്ഷയകുമാരൻ എന്ത് ചെയ്തു? ഈ വളരെ വലിയ ഒരു വലിയ ശക്തമായ ഒരു രഥത്തിൽ, ശക്തമായിട്ടുള്ള കുതിര വലിക്കുന്ന രഥത്തിൽ ഹനുമാന്റെ നേരെ ധാരാളം ആയുധങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് കൂറ്റമായ വളരെ ശക്തമായ ഒരു യുദ്ധം തന്നെ ആരംഭിച്ചു. അക്ഷയകുമാരൻ്റെ ആ യുദ്ധ പാടവം കണ്ട് ഹനുമാന് തന്നെ വല്ലാത്തൊരു മതിപ്പ് തോന്നി. ഇത്രയും ശക്തനായിട്ട്, ചെറിയ കുമാരനായിട്ടും ഇവൻ ഇത്രയും കേമനായി യുദ്ധം ചെയ്യുന്നല്ലോ എന്ന്. പല രൂപത്തിലും ആകാശത്തിലേക്കൊക്കെ ചാടിയിട്ട് ഭൂമിയിലേക്ക് വന്ന് ഹനുമാന്റെ ദേഹത്തേക്ക് പതിക്കുകയും വലിയ ഗദയും കൊണ്ട് അന്തരീക്ഷത്തിലൂടെ ആഞ്ഞു വന്ന് ഹനുമാന്റെ ദേഹത്ത് തലയിലൊക്കെ അടിച്ച് തകർക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഹനുമാന് മനസ്സിലായി ഇവനെ വിട്ടുകളഞ്ഞാൽ ഇവൻ വലിയൊരു ഉപദ്രവമായി തനിക്കും തൻ്റെ സൈന്യങ്ങൾക്കും ഒക്കെ മാറും. അതുകൊണ്ട് ഇവനെ ഇപ്പം തന്നെ, ഇവൻ ചെറിയ ഒരു കുമാരനാണെങ്കിൽ ഇവനെ വധിച്ചേക്കാമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അക്ഷയകുമാരനെയും പൊക്കിയെടുത്ത് ചുഴറ്റി, കാലിൽ പിടിച്ച് ചുഴറ്റി നിലത്തടിച്ച് രക്തം ഛർദ്ദിച്ച് മരിക്കുകയാണ് അക്ഷയകുമാരൻ. ഇതറിഞ്ഞപ്പോഴത്തേക്ക് രാവണൻ പൊടുന്നനെ ചാടി എഴുന്നേറ്റ് അലറി തൻ്റെ മകൻ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ, കേവലം ഒരു കീടമായ ഒരു വാനരൻ വന്നിട്ട് തൻ്റെ മകനെയും 10,000 ലക്ഷക്കണക്കിന് സൈന്യങ്ങളെയും നശിപ്പിക്കുന്നത് കേട്ടപ്പോൾ ഇനി ഇതൊരു സാധാരണക്കാരനല്ലല്ലോ, ഇവനെ വകവരുത്തുവാൻ ഇനി ആരെ കൊണ്ട് പറ്റും എന്നിങ്ങനെ ചിന്തിച്ച് ബഹളം ഇങ്ങനെ ഭയങ്കരമായ ഘോരനാദം മുഴക്കിയിട്ട് മേഘനാഥനോട് പറയുകയാണ്, അല്ലേ മേഘനാഥ, നിനക്ക് യുദ്ധത്തിന് പറ്റിയത്, നിനക്ക് യുദ്ധം ചെയ്യാൻ പറ്റിയത് എന്നോട് മാത്രമേ ഉള്ളൂ. നമ്മൾ തമ്മിൽ യുദ്ധം ചെയ്താലേ പരസ്പരം തോൽക്കാതെ യുദ്ധം ചെയ്യാൻ പറ്റൂ. ബാക്കി എല്ലാവരെയും നിനക്ക് തോൽപ്പിക്കാൻ കഴിയും. ദേവേന്ദ്രനെ പോലും തോൽപ്പിച്ചത്. അതുകൊണ്ടാണ് ഇന്ദ്രനെ ജയിച്ചവനായതുകൊണ്ടാണ് ഇന്ദ്രജിത്ത് എന്ന പേര് പോലും കിട്ടിയത്. അപ്പം നിനക്കേ അതിന് കഴിയുകയുള്ളൂ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, ഇവനെ പോയി ബന്ധിക്കണം. അപ്പോൾ ഇത് അത്ഭുത സിദ്ധി വല്ലതുള്ള വാനരനായിരിക്കും. ഇവനെ ഞാൻ ഏത് പ്രകാരത്തിലെങ്കിലും ഇവിടെ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് അച്ഛന് വാക്ക് കൊടുത്തിട്ട് മേഘനാഥന് പോവുകയാണ്. മേഘനാഥൻ്റെ മുമ്പിൽ പലപ്പോഴും ഹനുമാൻ സ്വാമി അടിപതറി എങ്കിലും ഹനുമാൻ സ്വാമി തന്നെ ആ മേഘനാഥനുമായി വളരെ ഘോരമായ യുദ്ധവും ശരവിക്ഷേപങ്ങളും ആയുധപ്രയോഗങ്ങളും എല്ലാം നടത്തുകയാണ്. മുഷ്ടി യുദ്ധങ്ങളും എല്ലാം നടത്തിയിട്ട് ഇത് അത്ഭുത വാനരനാണ്, അല്ലെങ്കിൽ അമരത്വം സിദ്ധിച്ച ആളാണെന്ന് മനസ്സിലാക്കുകയാണ് നമ്മുടെ മേഘനാഥൻ.
അങ്ങനെ മേഘനാഥൻ ഒരു ബ്രഹ്മാസ്ത്രം എയ്താണ് ഹനുമാൻ സ്വാമിയെ ഇങ്ങനെ ബോധരഹിതനാക്കുന്നത്. ബ്രഹ്മദേവനെ ധ്യാനിച്ചുകൊണ്ട് ആ ബ്രഹ്മാസ്ത്രത്തിന് സ്വയം കീഴടങ്ങുകയാണ് ഹനുമാൻ സ്വാമി ചെയ്തത്. എങ്കിലേ അങ്ങനെ ബോധരഹിതനായി അഭിനയിച്ചാൽ മാത്രമേ അങ്ങനെ പിടിച്ചു കെട്ടി രാവണൻ്റെ മുന്നിൽ കൊണ്ടുചെല്ലാൻ കഴിയുകയുള്ളൂ. അങ്ങനെ രാവണനെ മുഖാമുഖം കാണുകയും രാവണൻ ഇനി ഉണ്ടാകുന്ന ആ തകർച്ചയെപ്പറ്റി, അവൻ ചെയ്ത തെറ്റിനെ പറ്റിയും അതുമൂലം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളെ പറ്റിയും ദുരന്തങ്ങളെ പറ്റിയുമൊക്കെ രാവണനോട് നേരിട്ടൊന്ന് സംസാരിക്കാമല്ലോ മുഖാമുഖം. അതാണല്ലോ ഒരു ദൂതൻ്റെ ഒരു ദൂതനായിട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം വരുമരാഴികകൾ ഒക്കെ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് അത് വീണ്ടും വേണ്ടാന്ന് വെച്ച് പിന്നെയും മുന്നോട്ട് പോയെങ്കിൽ മാത്രം യുദ്ധം മതിയല്ലോ. അതിനു വേണ്ടി ഒരു അവസരമാകുമല്ലോ എന്ന് കരുതി ഹനുമാൻ സ്വാമി ആ ബ്രഹ്മാസ്ത്രത്തെ നമസ്കരിച്ചുകൊണ്ട് അവിടെ ശാന്തനായി ബോധരഹിതന്റെ രൂപത്തിലിരിക്കുന്നു. അങ്ങനെ ഹനുമാനെ ബന്ധിച്ചുകൊണ്ട് മേഘനാഥൻ വളരെ വിജയാരവങ്ങളോടുകൂടി സദസ്സിലേക്ക് കൊണ്ടുചെല്ലുകയാണ്. എന്നിട്ട് അച്ഛനോട് പറയുന്നു, ഞാനിവനെ ബ്രഹ്മാസ്ത്രം ചെയ്ത് ബന്ധിച്ചിട്ടിരിക്കുകയാണ്. ഇനി രാക്ഷസ സൈനികരോട്, നമ്മുടെ സൈനികരോട് എന്താണ് ഇതിന് ചെയ്യേണ്ടതെന്ന് വെച്ച് ചോദിച്ച് ചെയ്യുക എന്ന്. അപ്പോൾ സൈനികർ ചെന്ന് അദ്ദേഹത്തിനോട്, ഹനുമാൻ സ്വാമിയോട്, നീ ആരാണ്, എന്താണ് നീ വന്നതിൻ്റെ കാരണം, നീ എവിടെ നിന്നാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ രാമദൂതനാണ്, ശ്രീരാമചന്ദ്രൻ്റെ ദൂതനാണ്, സീതാദേവിയെ ഇവിടുത്തെ ലങ്കാധിപനായ രാക്ഷസൻ കട്ടുകൊണ്ടുപോയി, ഇവിടെ ദേവിയുണ്ടോ എന്ന് അന്വേഷിക്കാൻ വന്നതാണ് ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ അങ്ങനെ ബോധം വീണ്ട് കഴിഞ്ഞപ്പോൾ അവനെ എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരുമെന്ന് രാവണൻ ഹനുമാൻ സ്വാമിയെ കൊണ്ടുവരാൻ ആജ്ഞാപിക്കുന്നു. അങ്ങനെ ഹനുമാൻ സ്വാമി വന്ന് നോക്കുമ്പോൾ സുവർണ സിംഹാസനത്തിൽ എല്ലാവരേക്കാളും ഉയരത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് രാവണൻ. അതായത് ധാരാളം മരങ്ങളൊക്കെ നേടിയെങ്കിലും അതെല്ലാം അനീതി അക്രമവും ചെയ്യുവാനുള്ള ഉപാധികൾ മാത്രമാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അധർമ്മിയായ രാവണന് ഇത്രയും വലിയ ഉയർന്ന സിംഹാസനത്തിൽ ഇരിക്കാമെങ്കിൽ ധർമ്മത്തിന്റെ പര്യായമായ ശ്രീരാമചന്ദ്രന്റെ ദൂതനായിട്ട് വന്ന എനിക്ക് എന്തുകൊണ്ട് ഇവനേക്കാൾ മേളിൽ ഇരുന്നു കൂടാ എന്ന ചിന്തയിൽ അദ്ദേഹം എന്ത് ചെയ്തു, തൻ്റെ വാല് ചുറ്റി ഒരു വലിയ സിംഹാസനത്തിനേക്കാൾ ഉയർന്ന വലിയൊരു പീഠമാക്കിയിട്ട് രാവണന് മുകളിലേക്ക് നോക്കുന്ന, അല്ലെ രാവണന്റെ ഒപ്പത്തിനേക്കാൾ ഒപ്പം മുകളിലിരിക്കുന്ന വിധത്തിലാക്കിയിട്ട് അവിടെ ഇരുന്ന് രാവണനോട് സംസാരിച്ചു. അപ്പോൾ രാവണൻ ഇത് കണ്ടിട്ട് അന്തം വിട്ടുപോയി. ഒരു കവിയായ, ഒരു കുരങ്ങായ ഇവൻ എൻ്റെ സദസ്സിൽ വന്ന് എന്നേക്കാൾ മുകളിൽ കയറിയിരിക്കുന്നോ കീടമേ എന്നൊക്കെയുള്ള രീതിയിൽ നോക്കിയിട്ട്, എന്താണ് നിന്റെ ആവശ്യം, എന്തിനാണ് നീ വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രീരാമചന്ദ്രന്റെ ദൂതനാണെന്ന് പറയുമ്പോൾ, ശ്രീരാമനോ, അതാരാണ്, നീ ഒരു കുരങ്ങ്, ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്നത് ആരാണ്, നിന്നെ പോലെ തന്നെയാണോ, നിന്റെ വംശം തന്നെയാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ഹനുമാൻ സ്വാമി പറയും, നിനക്ക് ശ്രീരാമനെ അറിയില്ലേ, സീതാദേവിയെ കട്ടുകൊണ്ടുപോയത് നിനക്കറിയില്ലേ, ശ്രീരാമചന്ദ്രൻ ആരാണെന്നൊന്നും നിനക്ക് അറിഞ്ഞുകൂടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നീ കൈലാസം എടുക്കുവാൻ ഭാവിക്കുമ്പോൾ, ആ കൈലാസം പൊക്കിയെടുക്കാൻ ഭാവിക്കുമ്പോൾ നിന്റെ കൈലാസ പർവ്വതത്തിനടിയിൽ വെച്ച് അമക്കി നീ പ്രപഞ്ചം മുഴുവൻ നെടുങ്ങുമാർ വിലപിച്ചത് ആര് മൂലമാണ്? ശ്രീ പരമേശ്വരൻ മൂലമാണ്. ആ പരമേശ്വരൻ സദാസമയം ധ്യാനിക്കുന്നത് ശ്രീരാമചന്ദ്രനാകുന്ന നാരായണമൂർത്തിയെയാണ്. അതുപോലെ തന്നെ കാർത്തവീരാർജുനനാണ് ലങ്കാധിപനെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആളാണ്. ആ കാർത്തവീരാർജുനനെ യുദ്ധത്തിൽ കൊല ചെയ്ത ആളാണ് പരശുരാമൻ. ആ പരശുരാമന്റെ കയ്യിലിരുന്ന വൈഷ്ണവ ചാപത്തെയും പരശുരാമന്റെ വൈഷ്ണവ അംശത്തെയും സ്വീകരിച്ചവരാണ് ശ്രീരാമചന്ദ്രൻ. അതുപോലെ നിന്റെ സഹോദരിയായ ശൂർപണഖയുടെ നാസികയും കുജങ്ങളും മുറിച്ചവനാണ്. താടക എന്ന മഹാരാക്ഷസിയെ വധിച്ചവനാണ്. അവളുടെ മക്കളായ ഖരദൂഷണന്മാരെ വധിച്ചവരാണ്. അങ്ങനെ മാരീചൻ എന്ന നിന്റെ മാതുലനെ നിഗ്രഹിച്ചവനാണ് രാമൻ. അങ്ങനെ ധാരാളം കാര്യങ്ങൾ ശ്രീരാമചന്ദ്രൻ ആരാണെന്ന്, അതുപോലെ തന്നെ ബാലി രാവണനെ വാലിൽ തൂക്കിയിട്ടുകൊണ്ട് സമുദ്രത്തിൽ സ്നാനം ചെയ്യാനിരുന്ന ബാലിയെ പുറകിലൂടെ ചെന്ന് വധിച്ചിട്ട് ആ കിഷ്കിന്ധ രാജ്യം സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണ് രാവണൻ ചെയ്തത്. അപ്പോൾ ആ ബാലിയോട് ഈ വിവരം നേരത്തെ തന്നെ നാരദര് പറഞ്ഞറിഞ്ഞത് കാരണം സമുദ്രത്തിൽ ഇങ്ങനെ
സ്നാനം ചെയ്തുകൊണ്ട് പൂജ ചെയ്തുകൊണ്ടിരുന്ന ധ്യാനിച്ചുകൊണ്ടിരുന്ന ബാലിയുടെ വാലിന് പിറകിൽ ചെന്ന് അടിക്കാൻ ഭാവിക്കുമ്പോൾ ആ വാല് ചുറ്റി 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 ആ മലമൂത്രം ചെയ്യുന്ന ആ ഭാഗം വരെയും ചുറ്റി ചുറ്റിയിട്ടു. അങ്ങനെ ബാലിയുടെ വാലിന്മേൽ കിടന്നുകൊണ്ട് എല്ലാ സപ്തസാഗരങ്ങളിലും മുങ്ങിത്താണ് ഉപ്പുവെള്ളത്തിലെല്ലാം താണ് അവശനായി ഒരു ഭാരതം പോലെ ഒരു ലോഡ് ഇങ്ങനെ തൂക്കിയിടുന്ന പോലെ തൂക്കിയിട്ടുണ്ട് അവശനായിട്ട് വന്ന് കിഷ്കിന്ധയിൽ കൊട്ടാരത്തിൽ സിംഹാസനത്തിലിരിക്കുമ്പോൾ ചോദിക്കും മറ്റുള്ളവർ, അങ്ങയുടെ വാലിൽ ഇത് എന്താണ് ഒരു സാധനം ഇങ്ങനെ ചുറ്റിയിട്ടിരിക്കുന്നതെന്ന്. അപ്പോഴൊന്നും അറിയാത്ത പോലെ ഇത് രാവണൻ ആണെന്നും, അങ്ങനെ രാവണനും ബാലിയും തമ്മിൽ പിന്നീട് ബാലിയുടെ ശക്തി കണ്ട് രാവണൻ സഖ്യം ചെയ്യുകയാണ്, പരസ്പരം നമ്മളിനി യുദ്ധം ചെയ്യില്ല എന്നൊക്കെ. അതും കൂടി വെച്ചുകൊണ്ടാണ് അങ്ങനെ രാവണന്റെ എന്നോട് യുദ്ധം ചെയ്തില്ല എന്ന് സഖ്യം ചെയ്തതാണ് ബാലി. അതുകൊണ്ട് കൂടിയാണ് ഭഗവാൻ ബാലിയെ നിഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ബാലിയെ നിഗ്രഹിച്ചവനാണ് രാവണനെ സപ്തസാഗരങ്ങളിലും മുക്കി കൊല്ലാൻ ഭാവിച്ച് വാലിൽ ചുറ്റിയിട്ടുകൊണ്ട് പറന്നു നടന്ന ആ ബാലിയെ നിഗ്രഹിക്കാൻ ശക്തിയുള്ളവനാണ് ശ്രീരാമചന്ദ്രൻ. അങ്ങനെ രാവണനെ ഉപദ്രവിച്ചവരെ എല്ലാം കൊന്നുകളഞ്ഞ രാക്ഷസ വംശങ്ങളെ മുഴുവൻ നശിപ്പിച്ച ആളായ ശ്രീരാമചന്ദ്രന്റെ മഹത്വം ഈ രാവണസഭയിൽ ഹനുമാൻ സ്വാമി പറയുകയാണ്. അതുകൊണ്ട് രാവണ, അന്യന്റെ ഭാര്യയിൽ സന്തോഷം കാണുന്നത് നിന്റെ വംശം മുടിയുന്നതിന് കാരണമാകും. നീ ലക്ഷ്മി ഭഗവതിയായ സീതാദേവിയെ ശ്രീരാമചന്ദ്രന് കൊണ്ടു കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ പാതാരവിന്ദങ്ങളിൽ വീണ് മാപ്പ് പറയൂ. നിനക്ക് നിന്റെ വംശവുമായിട്ട് വീണ്ടും ഇവിടെ സമാധാനമായി ജീവിക്കാം. അല്ലെങ്കിൽ രാമബാണങ്ങളേറ്റ് നീ മരിക്കുക തന്നെ ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ഉപദേശം തരാൻ വേണ്ടി വന്നാണ് ഞാനെന്നൊക്കെ പറഞ്ഞ് വീണ്ടും ശ്രീരാമചന്ദ്രന്റെ ഗുണഗണങ്ങളെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെറും ഒരു കീടമായ ഒരു കുരങ്ങായ എന്നെ നീ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നോ? അപ്പോൾ നീ എൻ്റെ സഭയിൽ വന്ന് എനിക്ക് മുകളിൽ കയറി ഇരുന്നിട്ട് എന്നോട് ഉപദേശം തരാൻ വന്നിരിക്കുന്നോ? അതിനായോ ഒരു കുരങ്ങായ നീ എന്ന് ചോദിച്ചുകൊണ്ട്, അതായത് ആ അഹംഭാവം കൊണ്ട് ഈ മരണം അടുത്തിരിക്കുന്നവർക്ക് ഒന്നും, അഹങ്കാരം കൊണ്ടിങ്ങനെ ധാർഷ്ട്യം കൊണ്ട് മുഴുത്തിരിക്കുന്നവർക്കൊന്നും അവരുടെ ചെവിയിൽ പെടില്ലല്ലോ, പ്രത്യേകിച്ച് നല്ല കാര്യങ്ങളൊന്നും പെടില്ല. അങ്ങനെ ഈ പറഞ്ഞ സത്കാര്യങ്ങളെ എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ഇവനെ കൊല്ലുവാൻ ഇവിടെ ആരുമില്ലേ, ആരുവിടെയെന്നു അലറിക്കൊണ്ട് ഒരു ഭടനോട് പറയുകയാണ്. ഭടന്റെ കയ്യിൽ നിന്ന് ഒരു വാള് വലിച്ചോങ്ങി വെട്ടാൻ ഭാവിക്കുമ്പോൾ അടുത്തു നിന്ന വിഭീഷണൻ ആയ സത്വഗുണപ്രധാനിയായ ശാന്തസ്വരൂപനായ ആ അനുജനിങ്ങനെ പറയുകയാണ്, വളരെ സമാധാനത്തോടുകൂടി, ജ്യേഷ്ഠ, അങ്ങ് അതൊന്നും ചെയ്യാൻ പാടില്ല. ദൂതന്മാരെ കൊല്ലുന്നത് സ്വന്തം മാതാവിനെ കൊല്ലുന്നതിന് തുല്യമാണ്. നമ്മുടെ വംശത്തിന് അത് മോശമാണ്. അങ്ങ് വളരെ തപം ചെയ്ത് വലിയ അനുഗ്രഹം മേടിച്ച ആളല്ലേ, അതൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ, അപ്പോൾ പിന്നെ ഇവനെ എന്താണ് ചെയ്യേണ്ടത്? ഇത്രയും ധാർഷ്ട്യം എൻ്റെ സഭയിൽ വന്നിരുന്ന് പറഞ്ഞ് ഇവനെ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നിങ്ങനെ അവിടെ നിന്ന് സഭാവാസികളായ മറ്റ് രാക്ഷസ സൈന്യങ്ങളോടൊക്കെ ആലോചിച്ചപ്പോൾ അവർ പറഞ്ഞു കൊടുത്തത് ഇവനൊരു അടയാളം ചെയ്തിട്ടെന്നാൽ വിട്ടാൽ മതിയെന്ന്. അപ്പോൾ ഓരോരുത്തർ ചോദിച്ചു, ഇവൻ്റെ കണ്ണ് ഒരെണ്ണം കുത്തിപ്പൊട്ടിക്കാമെന്നും ഒരു ചെവി മുറിച്ച് കളയാമെന്നും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൈയോ കാലോ ഒക്കെ മുറിച്ച് കളയാം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ രാവണൻ പറയുന്നു, അതല്ല, വാനരന്മാർക്ക് ശൗര്യം എപ്പോഴും വാലിലാണ്, അതുകൊണ്ട് ഇവൻ്റെ വാലിലൊരു അടയാളം ചെയ്ത് കൊടുക്കണമെന്ന്. അപ്പോൾ വാൽ മുറിച്ച് കളയാമെന്ന് ചിലർ പറയുന്നു. അപ്പോൾ രാവണൻ പറയുന്നു, വാല് മുറിച്ചാൽ അവന് പെട്ടെന്ന് വേദന തീരില്ലേ, അവന് സ്ഥിരമായിട്ട് വേദനിക്കണം, ആ മാതിരി ചെയ്യണം. അങ്ങനെ എല്ലാവരും കൂടെ തീരുമാനിക്കുന്നു ഇവൻ്റെ വാലിലെ എണ്ണയൊക്കെ വെച്ചിട്ട് തീ കത്തിക്കാമെന്ന്. അപ്പോൾ വാൽ വളരെ ചെറുതാണ്. ആ ചെറിയ വാലിലെ അത്രയും തീ കുറേ നേരം നിന്ന് കത്തണ്ടേ, വാലിൽ എണ്ണ ഒഴിച്ചിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതങ്ങ് തീ കിട്ടുപോകില്ലേ. അതുകൊണ്ട് കുറേ തുണികളൊക്കെ കൊണ്ടുവന്നിട്ട് അതിൽ എണ്ണയും നെയ്യും ഒക്കെ മുക്കിയിട്ട് ഇവൻ്റെ വാലിൽ ചുറ്റിയിട്ട് കെട്ടണം, അവനെ തീ കത്തിച്ച് വിടണം. അങ്ങനെ തീ കത്തിയ വാലുമായിട്ട് പോകുന്നവനെ പിന്നെ വാനര സൈന്യങ്ങൾ കൂട്ടത്തിൽ അടുപ്പിക്കുകയില്ല. അങ്ങനെ ഇവൻ ഒറ്റപ്പെട്ട് ഇവനെ ജീവിക്കേണ്ടി വരണം, അതാണ് ഇവന് കൊടുക്കേണ്ട ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എല്ലാം കൊട്ടാരത്തിലെ തുണികളൊക്കെ എടുക്കുകയാണ്. അങ്ങനെ തുണികൾ ഒക്കെ എടുത്തു വന്നു. അപ്പോഴത്തേക്ക് ഹനുമാൻ സ്വാമി എന്ത് ചെയ്തു,
തൻ്റെ വാലിൻ്റെ വലിപ്പം വർദ്ധിപ്പിച്ച് കൊണ്ടുവന്നു. ആദ്യം ചെറുതായിട്ടിരുന്ന വാല് വലുതാക്കി കൊണ്ടുവന്നു. അവിടെ എങ്ങും തുണി പോരാഞ്ഞിട്ട് ഓരോ ഗൃഹങ്ങളിൽ ഓടി നടന്ന് കയ്യിൽ കിട്ടുന്ന തുണികളെല്ലാം കൊണ്ടുവരികയാണ്. സത്യം പറഞ്ഞാൽ അത് നമ്മൾ ആ ഭാഗം ലങ്കാദഹനമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആ രാക്ഷസ കൊട്ടാരങ്ങളിൽ, അവർ ജീവിക്കുന്ന കൊട്ടാരങ്ങളിലെല്ലാമുള്ള തുണികളും എല്ലാം കൊണ്ടുവന്ന് അവിടെ ഉണ്ടായിരുന്ന എണ്ണയെല്ലാം ഉപയോഗിച്ച് അതിങ്ങനെ കൊളുത്തുകയാണ്. തീ കൊളുത്താനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ട് അവസാനം അങ്ങനെ തീ കത്തിച്ച് വിടുകയാണ് ചെയ്യുന്നത്. തീ കത്തിച്ച് ഇവനെ ഇങ്ങനെ കെട്ടിക്കൊണ്ട് നടന്ന് രാത്രിയിൽ കയറി വന്ന കള്ളം വരുന്നതെന്ന് പറഞ്ഞ് എല്ലായിടവും കൊണ്ടു നടക്കണം, പ്രദക്ഷിണം ചെയ്യണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇവൻ്റെ ശൗര്യം തീർത്ത് വിടണം, അതാണ് വേണ്ടിയത്. എൻ്റെ അക്ഷയകുമാരനെയും പ്രധാനപ്പെട്ട സേനാപതികളെയും ആയിരക്കണക്കിന് പടയാളികളെയും കൊന്നവനാണിവനെ. അപ്പോൾ ഇവനെ വെറുതെ വിടാൻ പാടില്ല, ഇവനെ പരമാവധി ശിക്ഷ കൊടുത്ത് ഇവനെ വിടണം എന്ന് പറഞ്ഞുകൊണ്ട് തീയും കൊളുത്തി വിട്ട് കഴിഞ്ഞപ്പോൾ ഹനുമാൻ സ്വാമി എന്ത് ചെയ്തു? ആ അഗ്നി കൊളുത്തിയ വാലുമായി ലങ്കാപുരിയുടെ വലിയ വലിയ ഗോപുര മണ്ഡലങ്ങളിലേക്ക് ഓടിക്കയറിപ്പോയി. വാനരൻ്റെ സ്വഭാവം തന്നെ കാണിച്ച് ചാടി പോയി. വിഭീഷണൻ്റെ കൊട്ടാരമൊഴികെ സീതാദേവി ഇരിക്കുന്ന ശിംശുവ മരച്ചുവട് ആ ഒരു ഉദ്യാനം ഒഴികെ ബാക്കിയെല്ലാം അഗ്നിക്കിരയാക്കി. അങ്ങനെ കത്തി അമരുന്ന, അപ്പോൾ 100 കണക്കിന് രാക്ഷസ സ്ത്രീകളുടെ ബഹളവും പുരുഷന്മാരുടെ ബഹളവും, ഇവരുടെ വീടുകളിലെല്ലാം ഇവരുടെ കൊട്ടാരങ്ങളിലെല്ലാം ഇങ്ങനെ മനുഷ്യ രക്തവും മൃഗത്തിൻ്റെ രക്തവും ഒക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇവർ ശക്തിക്ക് വേണ്ടി കുടിക്കുന്നത് രക്തമാണ്, മാംസമാണ് കഴിക്കുന്നത്. അപ്പോൾ ആ രക്തത്തിലേക്കൊക്കെ തീ പിടിച്ചു കിടന്ന് ശക്തമായിട്ട് പെട്ടെന്ന് ഓരോ വീടുകളും കൊട്ടാരങ്ങളും മന്ദിരങ്ങളും കത്തി അമരുകയാണ്. അങ്ങനെ എല്ലായിടങ്ങളിലും ഓടി നടന്ന് തീ കത്തിച്ച് അവസാനം ഹനുമാൻ സ്വാമി മുഴുവൻ പൂർത്തീകരിച്ചതിന് ശേഷം സമുദ്രത്തിലേക്ക് ഇറങ്ങി സ്നാനം ചെയ്യുമ്പോൾ തനിക്ക് വാലിലങ്ങ് ഒരു കുഴപ്പവും, വാലിൻ്റെ ഒരു രോമം പോലും നഷ്ടപ്പെടുകയോ തീയുടെ ചൂട് അനുഭവപ്പെടുകയോ ഒന്നും ചെയ്തില്ല. സീതാദേവിയുടെ പ്രാർത്ഥനയാണ്. രാമകാര്യത്തിന് വേണ്ടി വന്ന ദൂതനായ ഹനുമാൻ സ്വാമിക്ക് യാത്രാമധ്യേ യാതൊന്നും സംഭവിക്കരുതേ എന്ന് ശ്രീരാമനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഒപ്പം അഗ്നിദേവൻ്റെ അനുഗ്രഹവുമുണ്ട്, വായുപുത്രന് അഗ്നിയുടെ അനുഗ്രഹവും. അങ്ങനെ ഒരു ശരീരത്തിനൊരു അഗ്നിബാധയോ അല്ലെങ്കിൽ പൊള്ളലോ ഒന്നും ഏൽക്കാതെ അദ്ദേഹം വീണ്ടും വന്ന് ദേവിയോട് യാത്ര പറയുകയാണ്. അപ്പോൾ ദേവിയുടെ മുന്നിൽ വന്ന് 3 പ്രദക്ഷിണം വെച്ച് കുമ്പിട്ട് അടിയന് വിട തരൂ അമ്മേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദേവി വീണ്ടും പറയുന്നു, ദേവിയോട് എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കാൻ എത്രയും വേഗം ഈ രാക്ഷസ പരീക്ഷകളുടെ ഇടയിൽ നിന്ന് രക്ഷിച്ച് ഈ ലങ്കാധിപനായ രാവണനെ നിഗ്രഹിച്ച് എന്നെ കൊണ്ടുപോകാൻ പറയൂ എന്ന് പറയുമ്പോൾ ഹനുമാൻ സ്വാമി പറയുന്നു, ഇപ്പോൾ തന്നെ ദേവിയെ എൻ്റെ ചുമലിൽ എടുത്തു വെച്ചുകൊണ്ട് ഞാൻ ശ്രീരാമചന്ദ്രൻ്റെ അരികിൽ കൊണ്ടുപോകാം, അതിന് പോലും ഞാൻ തയ്യാറാണ്, സമുദ്രത്തിന് മുകളിലൂടെ അത് ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ ദേവി പറയും, അതിന് ഹനുമാൻ അത് സാധിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നാൽ ലോകത്തിൽ എല്ലാ കാലവും ശ്രീരാമചന്ദ്രൻ്റെ കീർത്തി, സൂര്യവംശത്തിൻ്റെ ആ ഇക്ഷാകു വംശത്തിൻ്റെ കീർത്തി നിലനിൽക്കണമെങ്കിൽ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണകുമാരനും സൈന്യത്തോടു കൂടി വന്ന് ഈ രാക്ഷസന്മാരെ മൊത്തവും സൈന്യങ്ങളെ നിഗ്രഹിച്ച് രാവണനെ നിഗ്രഹിച്ച് എന്നെ ഇവിടെ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുപോയി ഈ രാക്ഷസ വംശത്തെ മുടിച്ചാൽ മാത്രമേ ആ സൽകീർത്തി എന്ന് നിലനിൽക്കൂ. അതുകൊണ്ട് ഞാൻ അതുവരെയും എങ്ങനെയും പ്രാണൻ ധരിച്ചുകൊണ്ട് ഞാനിവിടെ കഴിഞ്ഞുകൊള്ളാം. എത്രയും വേഗം സ്വാമിയെ ചെന്ന് എൻ്റെ അവസ്ഥകൾ അറിഞ്ഞ് മനസ്സിലാക്കി വേഗം ഇവിടെ നിന്ന് എന്നെ രക്ഷിക്കാൻ സാധിക്കണേ, അതിനു വേണ്ടി പറയണേ എന്ന് ദേവി വീണ്ടും കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഹനുമാൻ സ്വാമി തിരികെ ഒരു ആർത്തനാദത്തോടുകൂടി സന്തോഷത്തോടുകൂടി സമുദ്രലംഘനം നടത്തി വരികയാണ്. സമുദ്രം ലംഘിച്ച് മറുകരയിലേക്ക് എത്തുമ്പോൾ ആർത്തനാദം കേട്ട് നമ്മുടെ സുഗ്രീവനല്ല മറ്റ് അംഗദൻ്റെ നേതൃത്വത്തിലുള്ള ജാമ്പവാനും നീലനും വിവിധനും സുഷേണനും എല്ലാവരും അവിടെ ഇങ്ങനെ ഹനുമാൻ പോയ സ്ഥലത്ത് തന്നെ നിൽപ്പുണ്ട് വനത്തിൽ. അവിടേക്ക് വരുന്ന ഹനുമാനെ അവരെല്ലാം ഗാഠമായി ആലിംഗനം ചെയ്യുകയും ചുംബിക്കുകയും രാമകാര്യം സാധ്യമായതിനെ ഓർത്ത് സന്തോഷിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഒരു പക്വഫലങ്ങളും വെള്ളവും അവർക്ക് ആഹാരവും ജലവും ഒക്കെ കഴിച്ചതിന് ശേഷം അവർ ശ്രീരാമചന്ദ്രൻ്റെ സന്നിധിയിലേക്ക്
ഋഷ്യമൂകാചലത്തിലേക്ക് പോകുന്നു. അവിടെ സുഗ്രീവനും ഭഗവാനും ലക്ഷ്മണ കുമാരനും ഇനിയും കാണുന്നു. ശ്രീരാമകാര്യം സാധിച്ച ആ സന്തോഷത്തിൽ സീതാദേവി കൊടുത്ത ആ ചൂടാരത്നവും അടയാളവാക്യവും എല്ലാം പറഞ്ഞു കൊടുക്കുകയും രാമദേവൻ തൻ്റെ മാറോട് ചേർത്ത് ലക്ഷ്മണനെ മാറോട് ചേർത്ത് ഹനുമാൻ സ്വാമിയെ ഗാഠമായി ആലിംഗനം ചെയ്ത് കണ്ണുനീർ പൊഴിക്കുകയാണ്. ആ കാര്യം സാധിച്ച് തൻ്റെ ദേവിയെ കണ്ടു. അപ്പോൾ ദേവിയെ നേരിൽ കാണുന്ന അനുഭവം ഹനുമാനെ കണ്ടപ്പോൾ, ആ പോയ കാര്യം സാധിച്ചു വന്ന ഹനുമാനെ കണ്ടപ്പോൾ ഭഗവാന് തോന്നി. അതുപോലെ തന്നെ രാമനാമാങ്കിതം ചെയ്ത മുദ്രമോതിരവുമായി ഹനുമാൻ സ്വാമി ദേവിയെ കയ്യിലത് കൊടുക്കുമ്പോൾ ആ ഭഗവാനെ കണ്ട സന്തോഷം ദേവിക്കുമുണ്ടായി. അപ്പോൾ 1 വർഷത്തോളം വിരഹം അനുഭവിച്ച് നിന്ന സീതാദേവിയും രാമചന്ദ്രപ്രഭുവും ഹനുമാൻ സ്വാമിയിലൂടെ അവിടെ ഒന്നിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ വളരെ വലിയ തത്വങ്ങളാണ് നമ്മൾ ഈ ലങ്കാദഹനത്തിലൂടെയും ആ ഹനുമാൻ്റെ സമുദ്രലംഘനത്തിലൂടെയും ഒക്കെ നമ്മൾ അറിയേണ്ടത്. സുന്ദരകാന്ഡത്തിൻ്റെ തത്വങ്ങൾ തന്നെ വളരെ ശ്രേഷ്ഠമാണ്. ആ തത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ രാമായണം ഒരിക്കലും ഇനി വായിച്ചില്ലെങ്കിൽ പോലും അതിൻ്റെ പുണ്യം നമുക്ക് ലഭിക്കും. അപ്പോൾ എല്ലാവരെയും ഭഗവാനും ദേവി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഈ സുന്ദരകാന്ഡം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് യുദ്ധകാന്ഡത്തിലേക്കാണ് കടക്കേണ്ടത്. അങ്ങനെ ആ യുദ്ധകാന്ഡത്തിൽ ഇനിയും എങ്ങനെയാണ്, അവിടെ എന്തൊക്കെ വിശേഷങ്ങളാണ്, എന്തൊക്കെ കോട്ടയും കൊത്തളങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ ശ്രീരാമചന്ദ്രൻ ചോദിക്കുന്നു, അതിനുള്ള മറുപടി, അതിനുശേഷം സമുദ്ര ലംഘനത്തിന് വേണ്ടി ആ രാമസേതു എങ്ങനെ നിർമ്മിക്കാം, ലങ്കയിലേക്കുള്ള യാത്രാ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു, യുദ്ധത്തിൻ്റെ അതുപോലെ തന്നെ രാവണൻ ശുഗനെ വിടുന്നു. അപ്പോൾ ശുഗനെ അവിടെ പിടിച്ചു കിട്ടുന്നു. വീണ്ടും സമുദ്രലംഘനം ചെയ്യുവാനുള്ള ആ സേതു നിർമ്മാണം, അതങ്ങനെ ഉള്ള ധാരാളം കാര്യങ്ങളാണ് ഇനി നമുക്ക് അടുത്ത ഭാഗങ്ങളിലേക്ക്. എല്ലാവരെയും ശ്രീരാമചന്ദ്രനും പ്രകൃതീശ്വരിയായ ആ ലോകമായ ദേവിയായ സീതാദേവിയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടും